ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര തെണ്ടൻകാവ് ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് ഭക്തി നിർഭരമായ സമാപനം. ഭക്തജനങ്ങളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമായണ മാസത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന രാമായണ പാരായണം ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ജൂലൈ 17 ആരംഭിച്ച പാരായണം ഓഗസ്റ്റ് 16 കർക്കിടകം 31 വൈകിട്ട് ദീപാരാധനയോടെയാണ് അവസാനിച്ചത്. തെണ്ടൻകാവ് പാരായണ സംഘത്തിന്റെയും ചേലക്കര ഗീതാനാരായണീയ സംഘത്തിന്റെയും സഹകരണത്തോടെയാണ് ഈ വർഷത്തെ രാമായണ പാരായണം സംഘടിപ്പിച്ചത്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നിരവധി ഭക്തജനങ്ങൾ പാരായണത്തിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ പാരായണം നടത്തിയവരെ ആദരിക്കുകയും തുടർന്ന് പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി രാജേഷ് വില്ലടത്ത്, ട്രഷറർ ഉണ്ണികൃഷ്ണൻ കൊക്കൂരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കമ്മിറ്റി അംഗങ്ങളും ധാരാളം ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ ഇത് വായിച്ചു പോകാനല്ലാതെ നമ്മളാരും അത് പ്രത്യേക ഒരു സൗകര്യമൊന്നും ഒരുക്കി കൊടുത്തിരുന്നില്ല. അപ്പൊ അവര് അവിടെ വന്നിട്ട് വായിക്കും. പണ്ട് കാലത്ത് നമ്മൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ രാധവർക്കൊക്കെ ആയിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് വായിച്ചു പോയിരുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറച്ച് തെണ്ടൻകാവില് സാവിത്രിയോടെ ഒരു ശിക്ഷണത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ സാവിത്രിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വായന തെണ്ടൻകാവ് ഭാഗത്ത് നമുക്കൊരു വായന സംഘം തന്നെ രൂപീകരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഈ കർക്കിടക മാസാചരണം എന്ന് പറഞ്ഞിട്ട് നമ്മള് ജൂലൈ 17 മുതൽ നമുക്ക് ഇന്ന് വരെ അത് മുടക്കം കൂടാതെ നമ്മൾക്ക് ഈ 31 ദിവസവും വളരെ ഭംഗിയായി തന്നെ ഈ കർമ്മം പൂർത്തീകരിക്കാൻ കുറച്ച് പേര് ഇതിനിടയ്ക്ക് നമ്മൾ സമ്പൂർണ്ണ രാമായണം വെച്ചിരുന്നു. അതിൽ ചേലക്കര ഗീതാനാരായണീയ സത്സംഗത്തിന്റെ സഹകരണം, അതുപോലെ എങ്ങാണ്ടല്ലൂരിൽ നിന്ന് കുറച്ച് വായനയുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ ഓടിയെത്താറുണ്ട്. CCV ന്യൂസ്, ചേലക്കര.